ദാസേട്ടാ എന്താ ഒറ്റയ്ക്ക് ഇരിക്കണേ? ഇരിക്കി. എന്താ ആലോചിക്കണ്? പറയാം. എന്താ ഭയങ്കര വിഷമം? നിനക്കറിയോ, ഇന്നലെ ഡിസംബർ 31 അതിന് ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞിട്ടേ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ പുതിയൊരു കുട്ടിയെ നമുക്ക് ലോകത്തിന് കിട്ടി. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമുക്കറിയില്ല. ആ കുട്ടി പിച്ച് വെച്ച് നടക്കും, നീന്തി കളിക്കും, പിന്നെ മുട്ടുകാലിൽ നടക്കും. പക്ഷേ ഭയപ്പാടുണ്ട്. ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തൊക്കെ അതിക്രമം നടക്കുക ഇന്നത്തെ ലോകത്തിൽ. ആ ഒരു സങ്കടമുണ്ട്. എന്തായാലും എന്ത് കുട്ടിയാണെങ്കിലും കൗമാരം ഉണ്ടാവും. ആ കുട്ടിക്ക് നമ്മുടെ വീട്ടിലെ കലണ്ടർ നോക്കുമ്പോഴേ ആകെ 12 മാസം. ഡിസംബർ 31 കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിവില്ല. ഒരു വർഷം മാത്രമേ ആയുസുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങോട്ട് വരില്ല, നമ്മുടെ നാട്ടിലേക്ക് വരില്ല. കാരണം ഇവിടുത്തെ അതിക്രമങ്ങൾ എന്തൊക്കെ കാര്യമാണ്. അപ്പോൾ ഒരു വർഷത്തിന് വേണ്ടി ജീവിക്കാൻ വരില്ല. അത് നമ്മളെ പൂർവികരെ ഉണ്ടാക്കി വെച്ചൊരു അബദ്ധം. അത് കലണ്ടറിലൊരു 100 കൊല്ലം അടുപ്പിച്ച് വയ്ക്കണം. അപ്പോൾ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാവും. എനിക്കൊരു 100 കൊല്ലെങ്കിലും വേണ്ട നമ്മുടെയൊക്കെ പോലെ. എപ്പോഴാണ് എന്താണെന്നറിയില്ല. പക്ഷേ ഇത് കലണ്ടറിൽ 12 മാസമേ ഉള്ളൂ. അത് ആ കുട്ടി മറച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കുട്ടി ആ കലണ്ടറിൽ നിന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ 2024 കാണും ചിലപ്പോൾ പിന്നിൽ. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അതിലും 12 മാസമേ ഉള്ളൂ. ഒന്നേ പറയുള്ളൂ, ഈ വരുന്ന കുട്ടീനെ ഒരു വർഷമേ ഉള്ളൂ ആയുസ്. മനസ്സിലായോ? ഇല്ലേ? ഈ ഒരു വർഷം ദുഃഖങ്ങളില്ലാതെ പീഡിപ്പിക്കാതെ ഭംഗിയായിട്ട് കുട്ടി വളർന്ന് വലുതാവട്ടെ. എല്ലാം ശരിയാവും ദാസേട്ടാ. ശരിയാക്കണം. ഞാനും നീയും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ കുടുംബാംഗങ്ങളും ശരിയാക്കണേ. ശരിയാക്കണം. അങ്ങനെയെങ്കിലും ആ കുട്ടി സന്തോഷത്തോടുകൂടി ഇവിടെ പറയട്ടെ. ചിലപ്പോൾ ഞാനും നീയും ഒക്കെ പിന്നെയും ഉണ്ടായിന്ന് വരും. ഇപ്പോൾ ചിലപ്പോൾ 2026 വരാം. പക്ഷെ ഈ വരുന്ന വർഷത്തെ 2025 നമ്മൾ ഭംഗിയാക്കിയൊന്ന് യാത്ര ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവും. ആദ്യമുള്ള അല്ല ദാസേട്ടാ, അറിയാൻ വയ്യാന്ന് ചോദിക്കാം, ആരുടെ ഭാര്യ പെറ്റത്? എന്താ കഥ? ഇതിലും ഭേദം 2024 കുറച്ചുകൂടി ആയുസ് കൊടുത്താൽ മതിയായിരുന്നു. മരിക്കണ്ടായിരുന്നില്ലേ 2024? കണ്ടില്ലേ ജന്മങ്ങൾ, പുതിയ തലമുറയുടെ ജന്മങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ?